ഏവർക്കും നമസ്കാരം. ഞാൻ കൊല്ലം പ്രദീപ് കുമാർ. ഏവർക്കും ആസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകളെക്കുറിച്ചാണ്. ആദ്യത്തേത് സഹസ്രനാമ പുഷ്പാഞ്ജലി. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എന്നും നമ്മോടൊപ്പം ഉണ്ടാകുന്നതിന് ഉത്തമമായ ഒരു വഴിപാടാണിത്. എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആണ് ഈ വഴിപാട് ചെയ്യേണ്ടത്. അടുത്തത് പാൽപ്പായസം വഴിപാടാണ്. വിവിധ തരത്തിലുള്ള ശാപദോഷങ്ങൾ മാറുന്നതിനും മോക്ഷപ്രാപ്തിക്കും വേണ്ടിയാണ് പാൽപ്പായസം വഴിപാട് നടത്തുന്നത്. പിറന്നാൾ ദിവസമോ പക്കപ്പിറന്നാൾ ദിവസമോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ ഏകാദശിക്കോ ആണ് പാൽപ്പായസം പ്രധാനമായും കഴിപ്പിക്കേണ്ടത്. തുടർച്ചയായി 7 മാസം പാൽപ്പായസം കഴിപ്പിച്ചാൽ ആരോഗ്യം, ആയുസ്, സമ്പത്ത് ഇവ ലഭിക്കുന്നതാണ്. മഹാവിഷ്ണുവും ബ്രഹ്മരക്ഷസും ഉള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിപ്പിച്ചാൽ കുലദേവതാ പ്രീതിയും അരിഷ്ടഭംഗവും ഉണ്ടാകുന്നതാണ്. അടുത്തത് പഞ്ചാമൃതം. പഞ്ചാമൃത അഭിഷേകം മഹാവിഷ്ണുവിന് നടത്തിയാൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടക്കും എന്നാണ് വിശ്വാസം. ഇത് ഏകാദശിയുടെ അന്ന് നടത്തുന്നതാണ് ഉത്തമം. അടുത്തത് ത്രിമധുരം ആണ്. വിദ്യാവിജയത്തിനു വേണ്ടിയും വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ ഗുണങ്ങൾക്ക് വേണ്ടിയും PSC പരീക്ഷകളിലൊക്കെ വിജയം ലഭിക്കുന്നതിനു വേണ്ടിയും ത്രിമധുരം വഴിപാട് ചെയ്യാവുന്നതാണ്. പിറന്നാൾ ദിവസമോ പക്കപ്പിറന്നാൾ ദിവസമോ ഒരു വർഷം ഈ ത്രിമധുരം വഴിപാട് ചെയ്താൽ ഉണ്ടാകുന്നതാണ്. അടുത്തത് പുരുഷ സൂക്തം. പുരുഷന്മാരിലെ വീര്യവും തേജസ്സും ഓജസ്സുമൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് പുരുഷ സൂക്തം വഴിപാട് ചെയ്യുന്നത്. ബീജബലമില്ലാത്തവർക്ക് പുരുഷ സൂക്ത മന്ത്രം 9 പ്രാവശ്യം ഈ വഴിപാട് ചെയ്യേണ്ടതാണ്. പുരുഷ സൂക്ത മന്ത്രം കൊണ്ട് കരിക്ക് ജപിച്ചു കുടിക്കുന്നത് തേജസ്സും ഓജസ്സും ബീജബലവും ഒക്കെ വർദ്ധിക്കുന്നതിന് ഏറ്റവും ഉത്തമമാകുന്നു. അടുത്തത് ഇളനീരഭിഷേകമാണ്. വേഗത്തിൽ കോപിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച തോറും ഇളനീരഭിഷേകം നടത്തിയാൽ മതി. മറ്റൊരു വഴിപാടാണ് കദളിപ്പഴ നിവേദ്യം എന്ന് പറയുന്നത്. എല്ലാ വ്യാഴാഴ്ച തോറും അല്ലെങ്കിൽ പിറന്നാളിനോ പക്കപ്പിറന്നാൾ തോറും കദളിപ്പഴം മഹാവിഷ്ണുവിന് നിവേദിച്ചാൽ രോഗശാന്തിയും രോഗപ്രതിരോധങ്ങളും ഉണ്ടാകുന്നതാണ്. മരുന്ന് ഫലിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടാണിത്. വെണ്ണ നിവേദ്യം. കേസുകളും വഴക്കുകളുമൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനും ഒഴിവാകുന്നതിനും വിഷ്ണുക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഉത്തമമായ ഒരു വഴിപാടാണ് വെണ്ണ നിവേദ്യം. എണ്ണ നടക്കി വയ്ക്കൽ. ഭഗവാനുള്ള നേർച്ചക്കടം മാറുന്നതിനു വേണ്ടി മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഉത്തമമായ ഒരു വഴിപാടാണ് എണ്ണ നടക്കി വയ്ക്കൽ എന്ന് പറയുന്നത്. അടുത്തത് ആയുർ സൂക്ത പുഷ്പാഞ്ജലി. ആയുരാരോഗ്യത്തിനു വേണ്ടി മഹാവിഷ്ണുവിന് സമർപ്പിക്കാവുന്ന ഒരു വഴിപാടാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി. പിറന്നാളിനോ പക്കപ്പിറന്നാളിനോ വ്യാഴാഴ്ച ദിവസമോ ഏകാദശി ദിവസമോ ഈ വഴിപാട് അർപ്പിക്കാവുന്നതാണ്. അടുത്തത് നെയ് വിളക്ക്. കുടുംബ സൗഖ്യത്തിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി വ്യാഴാഴ്ച തോറും ചെയ്യാവുന്ന ഒരു വഴിപാടാണിത്. അടുത്തത് തുളസിമാല ചാർത്തൽ. ദാമ്പത്യ ഭദ്രതയ്ക്കും വിവാഹ തടസ്സത്തിനും ഐശ്വര്യത്തിനും ധനാഗമനത്തിനും വേണ്ടി എല്ലാ ഏകാദശി തോറും ചെയ്യാവുന്ന ഒരു വഴിപാടാണ് ഈ തുളസിമാല ചാർത്തൽ. സ്വന്തം കൈകൊണ്ട് കെട്ടിച്ചാർത്തിയാൽ വളരെ ഉത്തമമാണ്. 11 ഏകാദശി തോറും തുളസിമാല ചാർത്തിയാൽ എത്ര കടുത്ത വിവാഹ തടസ്സമാണെങ്കിലും ഒഴിയുന്നതാണ്. അടുത്തത് സുദർശന മന്ത്രാർച്ചന. വ്യാഴാഴ്ച തോറും
മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർച്ചന നടത്തിയാൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ബാധാദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, വാഗ്ദോഷങ്ങൾ ഒക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. അടുത്തത് താമരമാല ചാർത്തൽ. ഇഷ്ടപ്പെട്ട വധു വരന്മാരെ ലഭിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറുമോ ഏകാദശിയുടെ അന്നോ താമര മാല ചാർത്തൽ വളരെ ഉത്തമമാണ്. അടുത്തത് ഭാഗവത പാരായണം നടത്തലാണ്. ജന്മ സുകൃതത്തിന് വേണ്ടിയും പൂർവ ജന്മ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന വഴിപാടാണ് ഭാഗവത പാരായണം നടത്തൽ എന്നുള്ളത്. ഇപ്രകാരം നമ്മുടെ ജീവിത വിഷയങ്ങളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ മുകളിൽ പറഞ്ഞ പ്രകാരമുള്ള വഴിപാടുകളൊക്കെ നടത്തി ഐശ്വര്യപ്രദമായ ജീവിതം നയിക്കാൻ എല്ലാവർക്കും ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ആധ്യാത്മികമായിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമസ്കാരം.